Hi, hello, once again, welcome back to Home Notes. നമ്മുടെ വീട്ടിലിപ്പോൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി പോകില്ലേ, പ്രത്യേകിച്ച് ഈ ഒരു ചൂടിന്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിനങ്ങ് എടുത്ത് കളയും. ഇനി അങ്ങനെ കളയാൻ നിൽക്കണ്ട. ആ ഉണങ്ങിയ നാരങ്ങ കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉണങ്ങിയത് കൊണ്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക, നല്ല ചെറുനാരങ്ങയും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പറഞ്ഞത് വേസ്റ്റാക്കി കളയേണ്ട എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ ഉണങ്ങിയതെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഉണങ്ങിയ നാരങ്ങേനെ ഞാൻ എങ്ങനെയാണ് ഡിഷ് വാഷാക്കി മാറ്റിയതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി, നമ്മുടെ കൈയൊക്കെ മുക്കുന്ന ആ ഒരു പാകത്തിന് ചൂടാക്കിയാൽ മതി. നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിവിടെ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3 സ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണ്. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണെന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ബേക്കിംഗ് സോഡയൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റാവണം, അതിനിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാം. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ എടുക്കുക. ഞാനിവിടെ 5 ഉണങ്ങിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നാരങ്ങ യൂസ് ചെയ്യാം, കാരണം നമ്മൾ ഇതിനകത്ത് നീരാണ് എടുക്കുന്നത്. അതിപ്പം ഏത് നാരങ്ങയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഈ 5 നാരങ്ങയും പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നീരൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഞാനിത് അരിച്ചിട്ടാണ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കാൻ പോകുന്നത്, കാരണം അതിൻ്റെ ആ കുരുവും അതിൻ്റെ വേറെ ആ ജെല്ലിയൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നാരങ്ങാനീര് ആഡ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് കണ്ട റിയാക്ഷൻ നടക്കുന്നത്, ചെറുതായിട്ട് കുമ്പളയൊക്കെ വരുന്നതുണ്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിയാണ്. വൈറ്റ് വിനാഗിരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, വേറെ വിനാഗിരി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അച്ചാറിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരി ഇല്ല, ആ വിനാഗിരി തന്നെയാണ് വൈറ്റ് വിനാഗർ. ഞാനിവിടെ 1/4 ഗ്ലാസ് വൈറ്റ് വിനാഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അപ്പോഴത്തേക്കും അതിനകത്ത് വീണ്ടും റിയാക്ഷനൊക്കെ നടന്ന് നല്ല കുമ്പളകളൊക്കെ വരാൻ തുടങ്ങി. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് പോലെ പത ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ പത ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ടായിരിക്കില്ല, നമുക്ക് കുറച്ച് പതയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മൾ നോർമലി ഏത് ഡിഷ് വാഷാണ് യൂസ് ചെയ്യുന്നത് ആ ഡിഷ് വാഷ് 3 സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെറും പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ നേരത്തെ ആക്കി കഴിഞ്ഞു. നമ്മൾ പതയ്ക്ക് വേണ്ടിയിട്ട് ഈ 3 സ്പൂൺ ലിക്വിഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ല പതയൊക്കെ വരുന്നുണ്ട്. 3 സ്പൂൺ മാത്രം മതി. നിങ്ങൾക്ക് ഒരുപാട് പതം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 5 സ്പൂൺ വരെ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു 3 സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഏത് ബോട്ടിലേക്കാണോ ആ ബോട്ടിൽ ഒഴിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇത്രയാണ് നമ്മുടെ ഡിഷ് വാഷിൻ്റെ പണി. ഞാനിതിൻ്റെ ഒരു പാത്രം ഞാൻ കഴുകി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് പതയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ലിക്വിഡ് കൊണ്ട്. അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൈസ കളയാൻ നിൽക്കണ്ട. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വലിയ ബോട്ടിൽ ലിക്വിഡൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ചെറുനാരങ്ങയുടെ ശക്തിയുള്ള ഹോം മെയ്ഡ് ഡിഷ് വാഷ്. നിങ്ങൾ പരസ്യമൊക്കെ കേൾക്കാറില്ലേ, ചെറുനാരങ്ങയുടെ ശക്തിയുള്ള ഡിഷ് വാഷ് എന്നൊക്കെ? അതേ ശക്തി ഇതിലുണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതുപോലത്തെ ചെറുനാരങ്ങയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് കളയാൻ നിൽക്കാതെ അതിന് പകരം ഇതുപോലെ ഡിഷ് വാഷൊക്കെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ വേഗം തന്നെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ അവൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരൊക്കെ ടേക്ക് കെയർ, ബൈ.